ഇൻഡെക്സ് നമ്പറിനെ കുറിച്ച് പറയുമ്പോൾ ഫിഷറുടെ ഇൻഡെക്സ് നമ്പറിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, എന്തായാലും ഇദ്ദേഹം തൻ്റെ ഇർവിൻ ഫിഷർ തൻ്റെ ഇൻഡെക്സ് നമ്പറിനെ കുറിച്ച് പറയുമ്പോൾ ലാസ്പിയറുടെ ഇൻഡെക്സ് നമ്പറും പാഷയുടെ ഇൻഡെക്സ് നമ്പറും ഇത് രണ്ടിൻ്റെയും ഒരു ജിയോമെട്രിക് മീൻ ആയിട്ടാണ് സാധാരണ ഫിഷറുടെ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല വരുന്നത്. നമുക്കൊരു ചോദ്യം നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഫോർ 2010 വിത്ത് 2009 ആസ് ബേസ് വിത്ത് ലാസ്പിയേഴ്സ് മെത്തേഡ് ആൻഡ് പാഷേഴ്സ് മെത്തേഡ്. 2010 ആണ് പ്രൈസ് ഇൻഡെക്സ് കാണേണ്ടത്. 2009 ബേസ് ഇയർ ആയിട്ട് കണക്കാക്കണം. ലാസ്പിയറുടെ മെത്തേഡും കാണാൻ പറഞ്ഞിട്ടുണ്ട്, പാഷയുടെ മെത്തേഡും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഫിഷറുടെ മെത്തേഡ് 3 കാര്യങ്ങൾ ഒരേ കണക്കിൽ തന്നെ ചോദിച്ചിരിക്കുന്നു. ഫിഷറുടെ ഐഡിയൽ ഇൻഡെക്സ് മെത്തേഡ് ആണല്ലോ. മാതൃകാപരമായ ഇൻഡെക്സ് നമ്പർ എന്നും ഫിഷറുടെ ഇൻഡെക്സ് നമ്പറിനെ പറയുന്നതിന്റെ കാരണം എന്താണ്? അത് ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സർക്കുലർ ടെസ്റ്റും അങ്ങനെ ഒത്തിരി ടെസ്റ്റുകൾ അത് പാസ്സാവുന്നുണ്ട്. അതുകൊണ്ടാണ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫിഷറുടെ ഇൻഡെക്സ് നമ്പറിനെ മാതൃകാ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 2009 2010 ABCD എന്നിങ്ങനെയുള്ള കമോഡിറ്റീസിന്റെ വിലകളാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത്. പ്രൈസും ക്വാണ്ടിറ്റിയും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 2009 പ്രൈസ്, 2009 ക്വാണ്ടിറ്റി. ഇതാണ് 2009 പ്രൈസ്, 2009 ക്വാണ്ടിറ്റി. 2010 പ്രൈസ്, 2010 ക്വാണ്ടിറ്റി. നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ഒരു ടേബിൾ തയ്യാറാക്കണം. കാൽക്കുലേഷൻ ടേബിൾ, പ്രൈസ് ഇൻഡെക്സിന്റെ കാൽക്കുലേഷൻ ടേബിൾ. ഈ കാൽക്കുലേഷൻ ടേബിളിൽ നമ്മൾ എന്തെല്ലാമാണ് വേണ്ടത്? കാരണം നമുക്ക് അറിയാം, ലാസ്പിയറുടെ ഫോർമുല ആണെങ്കിൽ പിക്കോ ബൈ പോക്കോയാണ്. ഫിഷർ ലാസ്പിയറുടെ കഴിഞ്ഞാൽ അടുത്ത പാഷയുടെ ആണെങ്കിലോ പിക്കി ബൈ പോക്കിയാണ്. അപ്പൊ പിക്കോ എന്ന് പറയുന്നത് എന്താ? ഇതാണ് പിക്കോ. അപ്പൊ അതിന് P1 ഉം Q0 വേണം. അപ്പൊ P1 ഉം Q0 ഒക്കെ വേണം. അതുപോലെ തന്നെ പോക്കോ എന്ന് പറയുമ്പോഴോ P0 ഉം Q0 വേണം. അതിന്റെ പിക്കി എന്ന് പറയുമ്പോഴോ P1 ഉം Q1 വേണം അല്ലെ. പോക്കി എന്ന് പറയുമ്പോഴോ പോക്കി ഉണ്ടാ P0 ഉം Q1 വേണം. അപ്പൊ ഇതെല്ലാത്തിൻ്റെയും കോളം ഉണ്ടാക്കണം എന്നുള്ളത് ക്ലിയർ ആണ് അല്ലെ. എന്താണ് 0 വരുന്നതെല്ലാം ബേസ് ഇയറിലെ ആണ്, 1 വരുന്നതെല്ലാം കറണ്ട് ഇയറിലെ ആണ്. പുറത്തിരിക്കുക. പ്രൈസിന് P എന്നും ക്വാണ്ടിറ്റിന് Q എന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്കറിയാം. ഇനി നമുക്ക് അപ്പോൾ അങ്ങനെ തയ്യാറാക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് തയ്യാറാക്കണം. P0 എല്ലാം എടുക്കുക. അതായത് നമ്മുടെ ബേസ് ഇയറിലെ പ്രൈസ് 2009 ആണ് ബേസ് ഇയർ, 2009 പ്രൈസ്. അതുപോലെ തന്നെ Q0 ഉണ്ടാക്കുക ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി. 2009 ആണ് ബേസ് ഇയർ, നമുക്കറിയാം. പഴയ വർഷമായിരിക്കും എപ്പോഴും ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത്, അടിസ്ഥാന വർഷം. കറണ്ട് ഇയർ എന്ന് പറയുന്നത് പുതിയ വർഷം. അപ്പോൾ കറണ്ട് ഇയറിലെ പ്രൈസ് ഇവിടെ എഴുതി, കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി ഇവിടെ എഴുതി. അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? P0 Q0 എന്ന കോളം നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് അതിന്റെ സിഗ്മ കാണാം. സിഗ്മ ഇവിടെ, സിഗ്മ എന്ന് വെച്ചാൽ എല്ലാം കൂടി കൂട്ടുന്നതിനാണ് സിഗ്മ എന്ന് പറയുന്നത്. സിഗ്മ P0 Q0 കാണണം. ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് P0 Q0 കാണുക? P0യുടെ കോളവും Q0യുടെ കോളവും ഉള്ള സംഖ്യകൾ തമ്മിൽ മുറിക്കുക. 20 × 8 160. 2 16, ഒരു 0 കൂടി ചേർക്കുക. 20 × ഒരു 0. ഇനി 5 × 10 ഓക്കെ 500. കാരണം 1 × 5 5 ആണല്ലോ. പിന്നെ ബാക്കി 2 0 കൂടെ ഇവിടെയുള്ള 2 0 കൂടി ചേർത്താൽ 500 ആയി. ഇനി 15 4 60 ആണല്ലോ. 15 × 4 60, ഒരു 0 കൂടി ചേർത്താൽ 600 ആയി. ഓക്കെ. അടുത്ത 20 × 20 ഓക്കെ 2 × 2 4 ആണ്. ഈ 2 0 കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ 400 ആയി. അങ്ങനെ ആ കോളം കണ്ടെത്തി. ഇനി P1 Q0യുടെ കോളം കണ്ടെത്തണം. ഓക്കെ, P1 ഇവിടെയുണ്ട്, Q0 തൊട്ടും പുറകിലാണ്. അപ്പോൾ മുൻപിലെയും പുറകിലെയും കോളങ്ങൾ തമ്മിൽ ആവണം. 4 32. ഓക്കെ 32 320 40 0 കൂടി ചേർക്കുന്നു. 1 6, ഈ 2 0 കൂടി ചേർക്കുന്നു 600. പിന്നെ എന്ത് ചെയ്യുന്നു? 15 × 5 15 5 75, അതിൻ്റെ കൂടെ ഈ 0 കൂടി ചേർക്കുന്നു 750. ഇനി 2 × 2 4, ഈ 2 0 കൂടി ചേർക്കുന്നു 400. ഓക്കെ, അങ്ങനെ ആ കോളം കിട്ടി. പിന്നെ P0 Q1 കാണുന്നു. എന്താ P0 Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? P0 Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 2 12, ഈ 0 കൂടി ചേർക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? 5 5 25, ഈ 0 കൂടി ചേർക്കുന്നു. ദെൻ 15 4 60, ഒരു 0 കൂടി ചേർക്കുന്നു 600. പിന്നെ എന്താണ്? 25 2 50, ഈ 0 കൂടി ചേർക്കുന്നു 500. ആ രീതിയിലേക്കായി. അടുത്ത P1 Q1. P1 Q1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 × 25, 40 × 15, 50 × 5, 20 × 6 അങ്ങനെയൊക്കെയാണ് മൾട്ടിപ്ലൈ. 6 2 12, ഈ 0 ചേർത്ത് 240. അങ്ങനെ P1 Q1 അല്ലേ, സോറി P1 ഇതാണ് കോളം. P1 അതുപോലെ തന്നെ Q1 എന്ന് പറയുന്നത് ഇപ്പുറത്താണ്, തൊട്ടടുത്ത 2 നമ്പറാണ്. അപ്പോൾ 6 4 24, 24 കൂടെ 0 ചേർക്കുന്നു 240. 6 30, ഈ 0 ചേർക്കുന്നു 300. 15 5 75, അതിൻ്റെ കൂടെ ഈ 0 ചേർക്കുന്നു 750. 25 2 50, അതിൻ്റെ കൂടെ ഈ 0 ചേർക്കുന്നു. ഓക്കെ,
എന്തായാലും ഇത് ഓരോ കോളങ്ങളും കൂട്ടിയെടുക്കുന്നതിനെയാണ് ആ കോളങ്ങളുടെ സിഗ്മ കാണുക എന്ന് പറയുന്നത്. സിഗ്മ എന്ന ചിഹ്നം ഉദ്ദേശിക്കുന്ന ഇവിടെ തുക കാണുക എന്നാണ്. P0 Q0 എന്ന കോളത്തിന്റെ തുക കണ്ടു, അത് കാൽക്കുലേറ്റർ കൂട്ടിയെടുക്കുക. 1660. P1 Q0 എന്ന കോളം കൂട്ടിയെടുക്കുന്നു 2070. P0 Q1 കൂട്ടിയെടുക്കുന്നു 1470. P1 Q1 കൂട്ടിയെടുക്കുന്നു 1790. ഇനി അടുത്തത് ലാസ്റ്റ് പിയറുടെ ഇൻഡെക്സ് നമ്പർ ആണല്ലോ നമ്മളോട് ആദ്യം കാണാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ലാസ്റ്റ് പിയറുടെ ഇൻഡെക്സ് നമ്പർ കാണേണ്ടത്? സിഗ്മ പിക്കോ ബൈ സിഗ്മ പോക്കോ ഇൻറ്റു 100 ആണ് ലാസ്റ്റ് പിയറുടെ. പാഷയുടെ എങ്ങനെയാണ്? പിക്കി ബൈ പോക്കി ഇൻറ്റു 100 ആണ് പാഷയുടെ. പിക്കി ബൈ പോക്കി ഇൻറ്റു 100 ആണ്. ആ രീതിയിൽ തുകകൾ എടുത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പിക്കോ നമുക്കറിയാം, എവിടെ പിക്കോ എടുക്കുന്ന 2070 ബൈ പോക്കോ എവിടെയാണ്? പോക്കോ 1660 കണ്ടോ ഇൻറ്റു 100 സമം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 126.7 എന്ന് കിട്ടും. ഇതാണ് ലാസ്റ്റ് പിയറുടെ ഇൻഡെക്സ് നമ്പർ. പാഷയുടെ നമുക്ക് പിക്കി ബൈ പോക്കിയാണ്. രണ്ടും കൂടി ചേർന്നതാണ് ഫിഷറുടെ. റൂട്ട് പുറമെ കാണിക്കണമെന്ന് മാത്രം. 1790 അതാണ് പിക്കി. പിക്കി ബൈ പോക്കി എന്ന് പറയുന്നത് 1470. 1790 പിക്കി, 1470 പോക്കി. ഓക്കെ, ഇൻറ്റു 100 ചെയ്യുന്നു. എല്ലാ ഇൻഡെക്സ് നമ്പറുകളിലും ഇൻറ്റു 100 ആവശ്യമാണല്ലോ ഫോർമുലയായിട്ട്. ഞാൻ 121.77 നമുക്ക് ഉത്തരം കിട്ടി. ഫിഷറുടെ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ ജോമെട്രിക് മീൻ ഓഫ് ലാസ്റ്റ് പിയേഴ്സ് ആൻഡ് പാഷേഴ്സ് ഇൻഡെക്സ്. ലാസ്റ്റ് പിയറുടെ ഇൻഡെക്സ് നമ്പറിനെയും പാഷയുടെ ഇൻഡെക്സ് നമ്പറിനെയും ജോമെട്രിക് മീൻ ആണ് ഫിഷറുടെ. സോ നമ്മൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് പിയറുടെ ഇൻഡെക്സ് നമ്പറാണ് ഈ എല്ലാം എഴുതിയിരിക്കുന്നത്. പാഷയുടെയാണ് എന്താണ് പി എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് ഈ ലാസ്റ്റ് പിയറുടെ P01 അതുപോലെ തന്നെ പാഷയുടെ P01 കിട്ടി. രണ്ടും കൂടി മൾട്ടിപ്ലൈ 174.7 171.77 അല്ലെ. ഓക്കെ, ഏതൊക്കെയാണ്? 174.7 171.77. ഇത് രണ്ടും കൂടി ചേർത്ത് ഗുണിച്ചതിന് ശേഷം ആ സംഖ്യയുടെ റൂട്ട് കാണുന്നു. 15,184.7 ആണ് കിട്ടിയത്. അതിന്റെ റൂട്ട് കാണുമ്പോൾ 123.225. ഇതാണ് ആ ചോദ്യം. ഇനി മറ്റൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാനുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. കാൽക്കുലേറ്റ് ലാസ്റ്റ് പിയേഴ്സ് ആൻഡ് പാഷേഴ്സ് ഇൻഡെക്സസ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ലാസ്റ്റ് പിയറുടെ ഇൻഡെക്സ് നമ്പറിന്റെയും പാഷയുടെ ഇൻഡെക്സ് നമ്പറിന്റെയും ഉത്തരം നമുക്ക് ഈ ഡാറ്റ വെച്ചിട്ട് കണ്ടുപിടിക്കണം. ഇൻഡെക്സസ് എന്നാ പറയുന്നത്. ഇൻഡെക്സസ് എന്ന് പറയാൻ കാര്യം ഇൻഡെക്സ് എന്നതിന് എക്സ് ആണെങ്കിൽ അതിന്റെ പ്ലൂറൽ ആകുമ്പോൾ ഇൻഡെക്സുകൾ എന്നുള്ള അർത്ഥത്തിൽ NDICS എന്നാണ് വരിക. ഇനി ടേക്ക് ദ ഇയർ 2012 ആസ് ദ ബേസ് ഇയർ. 2012 ബേസ് ഇയർ ആകുക എന്നാണ് പറഞ്ഞത്. 2014 വേറെ ഉണ്ട്. അപ്പോൾ 2014 കറണ്ട് ഇയർ ആക്കണം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓൾസോ കാൽക്കുലേറ്റ് ദ ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ. ലാസ്റ്റ് പിയറുടെയും പാഷയുടെയും കാണണം, പ്ലസ് എന്നിട്ട് എന്ത് ചെയ്യണം? ഫിഷറുടേത് നമുക്ക് മാതൃക ഇൻഡെക്സ് നമ്പർ ആണല്ലോ, അതുകൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും കൂടി പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് നോക്കാം. കമ്മോഡിറ്റീസ് ഇവിടെ തന്നിരിക്കുന്നത് ABCDE ആണ്. സാധാരണ ഇത് അരി, പഞ്ചസാര, ഗോതമ്പ്, വെളിച്ചെണ്ണ എന്നൊക്കെ തരാവുന്നതാണ്. അതിന് പകരം അവർ കമ്മോഡിറ്റി എളുപ്പത്തിൽ പേര് പറഞ്ഞിരിക്കുന്നത് ABCDE എന്ന്. ഓക്കെ, ഇനി പ്രൈസ് 2012 പ്രൈസും ഉണ്ട്. അതായത് P0 ഉണ്ട്, 2012 Q0 ഉണ്ട്. ക്വാണ്ടിറ്റീനെ Q എന്നാണല്ലോ പറയാം. ഇനി 2014 കറണ്ട് ഇയർ, അതിനെ P1 എന്ന് പറയുന്നു. ക്വാണ്ടിറ്റീനെ Q1 എന്ന് പറയുന്നു. ഇതൊക്കെ നമുക്ക് ഓൾറെഡി ടെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് കാൽക്കുലേഷൻ ടേബിൾ ഫോർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആണ് നമുക്ക് വേണ്ടത്. എങ്ങനെയാണ്? P0യുടെ കോളം നോക്കുന്നു, Q0യുടെ കോളം നോക്കുന്നു, P1ന്റെ കോളം നോക്കുന്നു, Q1ന്റെ കോളം നോക്കുന്നു. ഇത്രയും കോളങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ ഉള്ളതാണ്. അത് അങ്ങനെ തന്നെ പുറത്ത് കിട്ടിയാൽ മതി. ഇനി ഇവിടെ മുതലാണ് ഉത്തരത്തിന്റെ ഭാഗമായി വരിക. അപ്പോൾ P0 Q0 എങ്ങനെയാണ് എഴുതുക? P0 Q0 എന്ന് പറയുന്നത് നമുക്ക് P0യുടെ കോളവും Q0യുടെ കോളവും കൂടെ ഗുണിച്ചാണ് P0 Q0 പോക്കോ എന്ന് പറയുന്ന കോളം ഉണ്ടാക്കുന്നത്. 9 × 15 135, 10 × 8 80, അതുപോലെ തന്നെ 15 × 10 150, അതുപോലെ തന്നെ 8 × 14 112, 9 × 9 81. അപ്പൊ P0 Q0 കിട്ടി. ഇനി P1 Q0 ആണ് കാണേണ്ടത്. P1 Q0 എന്ന് വെച്ചാൽ P1ന്റെ കോളവും Q0യുടെ കോളവും കൂടി ഗുണിക്കാം. 15 × 12 180, 8 × 10 80, 10 × 17 170, 14 × 10 140, 9 × 14 126. അങ്ങനെ P1 Q0 കിട്ടി. അടുത്ത P0 Q1 ആണ്. എങ്ങനെയാണ് P0 Q1 കാണാൻ കഴിയുക? P0യുടെ കോളവും Q1ന്റെ കോളവും അങ്ങേറ്റം ഇങ്ങേറ്റം. 9 × 13 10 × 5 9 × 13 117, 10 × 5 50, അടുത്ത 15 × 8 120, 8 × 11 88, 18 88, 9 × 6 54. ഓക്കെ, ഇനി P1 Q1ന്റെ കോളമാണ് ലാസ്റ്റ് കോളം. അതായത് P1 കോളം ഇത് ഇവിടെ ഉണ്ട്, Q1 കോളം തൊട്ടടുത്താണ് ഉള്ള കോളങ്ങളാണ്. ഓക്കെ, 12 × 13 156, 10 × 5 50, 17 × 8 136, 10 × 11 110, 14 × 6 84. ഇനി പോക്കോ കോളത്തിന്റെ കൂട്ടിയെടുത്തപ്പോൾ സിഗ്മ പോക്കോ കിട്ടി. സിഗ്മ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കൂടി കൂട്ടുന്നതിനെയാണ് 555.
P1Q0 പിക്കോ കോളത്തെ കൂട്ടിയെടുത്തപ്പോൾ നമുക്ക് 696 കിട്ടി. പോക്കി കോളത്തെ P0Q1 എന്നതിനെ 429 കിട്ടി. P1Q1 ആണെങ്കിലോ 536. ഇനി ലാസ്റ്റ് പിയറുടെ ഇൻഡെക്സ് നമ്പർ എങ്ങനെയാണ്? ലാസ്റ്റ് പിയറുടെ ഇൻഡെക്സ് നമ്പറിനെ എന്താണ് P01 ഓഫ് L എന്നാ പറയുന്നത്. P01 ആരുടെ? ലാസ്റ്റ് പിയറുടെ. അതെങ്ങനെയാ പറയാം? പിക്കോ ബൈ പോക്കോ ഇൻറ്റു 100. സിഗ്മ പിക്കോ ബൈ സിഗ്മ പോക്കോ ഇൻറ്റു 100. അപ്പൊ സിഗ്മ പിക്കോയും നമുക്ക് കിട്ടിയിട്ടുണ്ട്, സിഗ്മ പോക്കോയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ഇവിടെയുള്ള പിക്കോ ഇതാണ് 696 ബൈ 558 ആണ് പോക്കോയുടെ ആൻസർ. 127.73 കിട്ടുക. പാഷയുടെ ഇൻഡെക്സ് നമ്പർ നോക്കുമ്പോൾ പിക്കി ബൈ പോക്കിയാണ്. ലാസ്റ്റ് പിയർ പിക്കോ ബൈ പോക്കോ ആണെങ്കിൽ പാഷ പിക്കി ബൈ പോക്കിയാണ്. സിഗ്മ പിക്കി ബൈ സിഗ്മ പോക്കി. സിഗ്മ പിക്കി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതാണ് സിഗ്മ പിക്കി എന്ന് പറയുന്നത് 536. സിഗ്മ പോക്കി എന്ന് പറയുന്നത് 429. 536 ബൈ 429 അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇൻറ്റു 100 എന്തായാലും വേണം. ആൻസർ വരുന്നത് 124.94 എന്നാണ്. ഇനി ഫിഷറുടെ ആണെങ്കിൽ ഇത് രണ്ടും, അതായത് ലാസ്റ്റ് പിയറുടെ ഇൻഡെക്സ് നമ്പർ P01 ഇൻറ്റു പാഷയുടെ ഇൻഡെക്സ് നമ്പർ പാഷയുടെ P01 ഇൻറ്റു രണ്ടും കൂടി റൂട്ടിന് ഉള്ളിൽ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് ലാസ്റ്റ് പിയറുടെ കിട്ടിയ എത്ര? 124.73. പാഷയുടെ എത്ര? 124.94. രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ട് കാണുമ്പോൾ 15,000 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 15,583.7 കിട്ടും. അതിന്റെ റൂട്ട് എന്ന് കണ്ടു നോക്കി 124.84 കിട്ടി. ഇത്രയേ ഉള്ളൂ എന്താണ് ഫിഷറുടെ ഇൻഡെക്സ് നമ്പർ. എന്തായാലും ഫിഷറുടെ ഇൻഡെക്സ് നമ്പർ മാത്രമേ ഇൻഡെക്സ് നമ്പർ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് പറയുന്നത്. അതിന് കാരണമുണ്ട്. ടൈം റിവേഴ്സൽ ടെസ്റ്റ്, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്, സർക്കുലർ ടെസ്റ്റ് എന്നിങ്ങനെ ഒട്ടേറെ ടെസ്റ്റുകൾ നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഫിഷറുടെ ഇൻഡെക്സ് നമ്പറിന് കഴിയുന്നത് കൊണ്ടാണ് അതിനെ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് വിളിക്കുന്നത്.